ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ 2 എപ്പിസോഡ് കണ്ടതായിട്ടുള്ള നിങ്ങൾക്ക് ഈ 3-ാമത്തെ എപ്പിസോഡും പ്രയോജനകരമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലും അതുപോലെ നിങ്ങളുടെ സ്നേഹിതർക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ഈ കാര്യങ്ങളൊന്ന് അയച്ചു കൊടുത്താലും നന്നായിരിക്കും. യേശുവിൻ്റെ 2-ാമത്തെ വരവ്, മഹത്വ പ്രത്യക്ഷത എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആലങ്കാരികമായിട്ടൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കർത്താവ് വീണ്ടും വരും എന്നുള്ളതിന്റെ ഉറപ്പ് തന്നെയാണ്. യേശു വീണ്ടും വരുന്നതിനെ കുറിച്ചാണ് വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും കൃത്യമായിട്ട് പറയുന്നത്. ലോകത്തിൽ സംഭവിക്കുന്ന നിരവധി സംഭവങ്ങൾ ക്രിസ്തുവിന്റെ വരവിനെ ത്വരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ച് വലിയ ആധികാരികതയോടുകൂടിയാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു മടങ്ങി വരുന്നതിന് മുമ്പ് ലോക സംസ്കാരം എങ്ങനെയായിരിക്കുമെന്ന് കർത്താവായ തമ്പുരാൻ നമ്മോട് പറയുന്നുണ്ട്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, തന്റെ ജനത്തെ പീഡിപ്പിക്കൽ എന്നിവ ഉണ്ടാകും. ധാരാളം വ്യാജ പ്രവാചകന്മാർ ഉണ്ടാകുമെന്നും നിയമലംഘനം പെരുകുമെന്നും അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്നും വചനത്തിലുടനീളം കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെമ്പാടും എല്ലാ ജനതകളോടും പ്രസംഗിക്കപ്പെടുമെന്നും ആ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പുറജാതീയവും ദൈവവും അല്ലാത്തതുമായ തലമുറയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഈ ഭാഗം പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. കാരണം അതൊരു ദിവസം ഒരുപക്ഷെ താമസിയാതെ നമുക്കറിയാവുന്ന ഈ ലോകം അവസാനിക്കും എന്നുള്ളതാണ്. യേശു തന്റെ വിശുദ്ധ ദൂതന്മാരുമായിട്ട് മടങ്ങി വരും. യേശു തന്റെ മക്കളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വിശുദ്ധ മത്തായി സുവിശേഷം 24-ഉം 25-ഉം അധ്യായങ്ങൾ പ്രമേയമായിട്ട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. കാരണം 2 അധ്യായങ്ങളും ക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പരിധിവരെ ശിഷ്യന്മാർ ഉന്നയിച്ച 2 ചോദ്യങ്ങൾക്കുള്ള നമ്മുടെ കർത്താവിന്റെ മറുപടിയും കൂടിയാണ് ഈ 2 അധ്യായങ്ങളിലും ഉൾക്കൊള്ളുന്നതും. 24-ഉം 25-ഉം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ യേശു തന്റെ മടങ്ങി വരവിന് മുമ്പുള്ള അടയാളങ്ങളെ കുറിച്ച് പറയുന്നു. 24-ഉം 25-ഉം അധ്യായത്തിന്റെ അവസാന ഭാഗം യേശു മടങ്ങി വരുന്നത് വരെ നാം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളോട് നിർദ്ദേശിക്കുകയാണ്. അവയുടെ ശരിയായ സന്ദർഭത്തിൽ നോക്കുമ്പോൾ അവ തീർച്ചയായിട്ടും പ്രബോധനപരവും പ്രായോഗികവുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ 2 അധ്യായങ്ങളെയും പ്രത്യേകിച്ച് നമ്മൾ വായിക്കുന്ന വേദഭാഗത്തിലെ ചില പ്രശ്നങ്ങൾ ചില ഭാഗത്തു നമുക്ക് തോന്നുന്നതായിട്ട് തോന്നും. ഒന്ന്, വ്യാഖ്യാനത്തെയും വിവർത്തനത്തെയും കുറിച്ചാണ്. യേശു എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ ഭാഗത്തെക്കുറിച്ചുള്ള നമ്മുടെ ശരിയായ അറിവിന് അത് അഭിവാജ്യമായതിനാൽ ഈ 2 പ്രശ്നങ്ങളും ചുരുക്കമായി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, തെറ്റായ വീക്ഷണകോണിൽ നിന്നുള്ള വ്യാഖ്യാനം പലപ്പോഴും യേശു ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ച് പല ആളുകളും പല രീതിയിൽ പറയാറുണ്ട്. എന്നാൽ യേശു ഈ ഭാഗം ഒരുതരം പസിലായിട്ടോ അല്ലെങ്കിൽ കടങ്കഥയായിട്ടോ അല്ല നമ്മോട് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ മടങ്ങിവരവിന്റെ നിർദ്ദിഷ്ട തീയതി കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നില്ല ഈ വ്യാഖ്യാനങ്ങളൊന്നും. മറിച്ച് യേശു മടങ്ങി വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും യേശു മടങ്ങി വരുന്നത് വരെ നാം എങ്ങനെ ജീവിക്കണമെന്നും നമ്മോട് പറയുന്നുണ്ട്. ന്യായവിധി വരുമെന്നും യേശു നമുക്ക് നൽകിയതിന്റെ നല്ല കാര്യസ്ഥന്മാരായിരിക്കണമെന്നും ലോകം ഏറ്റവും പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് തമ്പുരാൻ വരുന്നതിനാൽ അവന്റെ തിരിച്ചു വരവ് പ്രതീക്ഷിക്കണമെന്നും കർത്താവ് നമ്മളോട് പറയുകയാണ്. അതിനാൽ യേശു എപ്പോൾ മടങ്ങി വരുമെന്ന് കണ്ടെത്താൻ ശ്രമിച്ച് സമയം പാഴാക്കുന്നതിന് പകരം യേശു മടങ്ങി വരുന്നത് വരെ നാം എന്ത് ചെയ്യണമെന്ന് ഈ ദൈവഭാഗങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നു. ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം, നമുക്ക് ദൈവവചനം നൽകിയിരിക്കുന്നത് നമ്മെ അറിയിക്കാൻ മാത്രമല്ല, നമ്മെ രൂപാന്തരപ്പെടുത്തുവാനും കൂടിയാണ്. സത്യത്തിന് രൂപാന്തരം വരുത്താൻ കഴിയും എന്നുള്ളത് നമ്മൾ മറന്നു പോരുത്. ദൈവവചനത്താലാണ് നമുക്ക് രൂപാന്തരം ഉണ്ടാകുന്നത്. എന്നാൽ പ്രയോഗത്തിൽ വരുത്തുന്ന സത്യത്തിന് മാത്രമേ രൂപാന്തരം വരുത്തുവാൻ കഴിയൂ. നമ്മുടെ കർത്താവിന്റെ സന്ദേശം നമ്മുടെ ജീവിതങ്ങളെ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നമ്മുടെ തലകളെ നിറയ്ക്കാൻ വേണ്ടിയല്ല, നമ്മുടെ തലച്ചോറിനെ ബുദ്ധി കൊണ്ട് നിറയ്ക്കാൻ മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു തിരുവെഴുത്ത് ഭാഗം വിവർത്തനം ചെയ്യുമ്പോൾ പ്രത്യേക വാക്കുകൾക്ക് അർത്ഥം നൽകാനായിട്ട് നാം ശ്രദ്ധിക്കണം. പല സമയത്തും ആ വാക്കുകളുടെയോ ആ വാക്യത്തിന്റെയോ ഖണ്ഡികയുടെയോ അല്ലെങ്കിൽ അവ എഴുതിയ പുസ്തകത്തിന്റെയോ സന്ദർഭത്തെ ആശ്രയിച്ച് വ്യത്യസ്ത അർത്ഥങ്ങളും ഉണ്ടാകും. ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ പറഞ്ഞതായിട്ടുള്ള വിശുദ്ധ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ ഒരു പ്രത്യേക പദം ഉപയോഗിക്കുന്നുണ്ട്. തലമുറ എന്നുള്ളൊരു പദം. തലമുറ, ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. ഇതൊക്കെ സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. അപ്പൊ ആ തലമുറ എന്ന് പറയുമ്പോൾ ആണ് അർത്ഥമാക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിരവധി വ്യത്യസ്ത വീക്ഷണങ്ങളൊക്കെ ഉണ്ട്. തലമുറ എന്ന വാക്കിന്റെ വിവർത്തനത്തിലും മനസ്സിലാക്കിയതിലും പ്രശ്നം പ്രത്യേകിച്ച് സംഭവിക്കുന്നത് തലമുറ എന്ന വാക്കിന്റെ പഴയ നിയമ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രവണതയുണ്ട്. തനാക്കില് അത് പലപ്പോഴും
40 വർഷത്തെ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു പുരുഷായുസിലെ ഒരു ഭാഗത്തെ കാണിക്കുന്നതായിട്ടാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ ജനിയ എന്ന ഗ്രീക്ക് വാക്കാണ് ഈ തലമുറ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് അതിന്റെ വ്യാകരണപരമായ വേരുകൾ മാത്രമല്ല, അതിന്റെ സന്ദർഭവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. വ്യാകരണപരമായ വേരുകളും യേശു ആ വാക്ക് ഉപയോഗിച്ച സന്ദർഭവും കണക്കിലെടുക്കുമ്പോൾ തലമുറ എന്ന ഈ പദത്തിന് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ആളുകളെ മാത്രമായിട്ടുള്ള അല്ല, മറിച്ച് ഈ പദത്തെ വംശം അല്ലെങ്കിൽ തരം എന്നും വിവർത്തനം ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ യേശു ഇവിടെ പറയുന്നത് യഹൂദ വംശം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുകയില്ലെന്നാണ് കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. തന്റെ മടങ്ങി വരവ് സംഭവിക്കുവോളം ഈ തലമുറ നീങ്ങിപ്പോകില്ലെന്ന് പറഞ്ഞാൽ ഈ യഹൂദ ക്ലാൻ, യഹൂദ വംശം നീങ്ങിപ്പോകുകയില്ല എന്നുള്ളതാണ് അർത്ഥം. തീർച്ചയായിട്ടും ഇത് നിസ്സാരമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയാത്ത ഒന്നാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന പല രാഷ്ട്രങ്ങളോ ജനവിഭാഗങ്ങളോ ഇന്ന് നിലവിലില്ല. ഒരു ജനത എന്ന നിലയിൽ യഹൂദന്മാർ താൻ മടങ്ങി വരുന്നത് വരെ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു പ്രവചന വചനം യേശു ഇതിലൂടെ നൽകുകയായിരുന്നു. ഇതെല്ലാം യേശുവിന്റെ സന്ദേശത്തിന് കളമൊരുക്കുന്നു എന്ന് മാത്രമല്ല, കർത്താവ് വീണ്ടും വരും എന്നുള്ളത് ഈ 24-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ദേവാലയത്തിലെ ഒരു കല്ലിന്മേൽ പോലും കല്ല് ശേഷിക്കുകയില്ലെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി. അടയാളങ്ങളെ സംബന്ധിച്ചിടത്തോളം താൻ മടങ്ങി വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ മോശമായിരിക്കും എന്ന് യേശു അവരോട് പറയുന്നുണ്ട്. എപ്പോൾ എന്നതിനെ കുറിച്ച് തന്റെ തിരിച്ചുവരവിന്റെ ദിവസമോ മണിക്കൂറോ ആർക്കും അറിയുകയില്ല, സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അറിയില്ല, പിതാവിന് മാത്രമേ അത് അറിയൂ എന്ന് കർത്താവ് തമ്പുരാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു. എന്നാൽ താൻ മടങ്ങി വരുന്നത് വരെ സഭ എങ്ങനെ ആയിരിക്കണമെന്ന് വ്യക്തമാക്കുന്ന നിരവധി ഉപമകൾ യേശു തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 പ്രധാന വിഭാഗങ്ങളായിട്ട് ഇതിനെ കാണണം. ഒന്ന്, സംസ്കാരത്തിന്റെ വിവരണവും ക്രിസ്തു വിശ്വാസികൾക്കുള്ള ഒരു കുറിപ്പടിയും കൂടിയാണ്. അതിൽ ക്രിസ്തു മടങ്ങി വരുമ്പോഴുള്ള സംസ്കാരത്തിന്റെ വിവരണം 24-ന്റെ 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ കാണാം. അവിടെ രാഷ്ട്രീയ മേഖലകളെ കുറിക്കുന്നതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ കർത്താവ് തമ്പുരാൻ പറയുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും. ഐക്യരാഷ്ട്ര സഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകമെമ്പാടും നടക്കുന്ന യുദ്ധങ്ങളുടെ എണ്ണം ദിനംതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന പരിപാലനം അസാധാരണമായ ഒരു വെല്ലുവിളി ഈ യുഗത്തിൽ, അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ യുഗത്തിലും ഉത്തരാധുനിക കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കിയേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ കാലഘട്ടത്തില് ഈ ലോകത്തിന്റെ ഏത് അറ്റത്ത് എന്ത് സംഭവിച്ചാലും മറ്റേ അറ്റം വരെ ചെന്നെത്താവുന്ന വാർത്താ മാധ്യമങ്ങളും അതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ സമാധാനം സംജാതമാക്കാൻ തക്കവണ്ണം ലോക നേതാക്കന്മാർക്ക് പോലും കഴിയാത്ത അത്ര വിധത്തില് ലോകത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെ യുദ്ധങ്ങൾ നടക്കുന്നു ഇപ്പോൾ തന്നെ അറിയാം. സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സ്പെഷ്യലിസ്റ്റുകളുടെ ആവശ്യകത രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. 2004-ന്റെ തുടക്കത്തിൽ ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിൽ അത്ഭുതപൂർവമായ തോതില് സമാധാന പരിപാലന പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനോ വികസിപ്പിക്കുന്നതിനോ ഉള്ള സാധ്യതയെ വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. ആ സമയത്ത് ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന പരിപാലന പ്രവർത്തന വകുപ്പ് 14 സമാധാന പരിപാലന പ്രവർത്തനങ്ങളും ഒരു രാഷ്ട്രീയ ദൗത്യം ഉൾപ്പെടെ 15 ഫീൽഡ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുകയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഐക്യരാഷ്ട്ര സഭകൾ ഉണ്ടായത് തന്നെ ലോകത്തിൽ സമാധാനം സംജാതമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇപ്പോൾ അതിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങളാൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പട്ടികയിലേക്ക് ബുറുണ്ടി, സുഡാൻ, ഹേത്തി എന്നിവിടങ്ങളിലുള്ള സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ കൂടി ചേർക്കുകയാണ്. ഐക്യരാഷ്ട്ര സഭ വലിയ യുദ്ധങ്ങൾ എന്ന് നിർവചിക്കുന്നത് പ്രതിവർഷം 1000 യുദ്ധക്കള മരണങ്ങൾക്ക് കാരണമാകുന്ന സൈനിക സംഘടനകളെയാണ്. അതിൽ കുറഞ്ഞൊന്നും തന്നെ അവര് യുദ്ധങ്ങളായിട്ട് അംഗീകരിക്കുന്നേ ഇല്ല. 1965-ൽ 10 പ്രധാന യുദ്ധങ്ങൾ നടന്നു. ലോകത്തിന്റെ ഭൂരിഭാഗവും സായുധ സംഘടനത്തിൽ മുഴുകിയോ അനിശ്ചിതമായ സമാധാനം വളർത്തിയെടുക്കുന്ന അവസ്ഥയിലോ ആണ് സഹസ്രാബ്ദം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2003 അവസാനത്തോടെ 15 പ്രധാന യുദ്ധങ്ങൾ നടന്നു. കുറഞ്ഞത് 20 ചെറിയ സംഘർഷങ്ങളെങ്കിലും നടന്നിട്ടുണ്ട്. ലോകം കൂടുതൽ ശത്രുതയിലേക്ക് നീങ്ങുകയാണ്. 2025 ആയപ്പോഴേക്കും നമുക്കറിയാവുന്ന പോലെ അയൽ രാജ്യങ്ങളെല്ലാം തന്നെ
അന്യോന്യ ശത്രുതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിത്രങ്ങളാകേണ്ടതിന് പകരം ശത്രുക്കളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രബുദ്ധതയെക്കുറിച്ചുള്ള എല്ലാ സ്വപ്നങ്ങൾക്കും മതേതര അധ്യാപകരുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾക്കും വിരുദ്ധമായിട്ട് മനുഷ്യൻ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടേണ്ടതിന് പകരം കൂടുതൽ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൊലപാതകങ്ങൾ നടക്കാൻ സാധ്യമായിക്കൊണ്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് യുദ്ധങ്ങളും യുദ്ധത്തെക്കുറിച്ചുള്ള ശ്രുതികളും ധാരാളമായിട്ട് നമ്മൾ കേട്ട് മടുത്തിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ നമുക്ക് ഇതിനോടുള്ള കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ടുന്ന കാര്യം പ്രകൃതി മണ്ഡലം. ഒന്നാമത് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ മണ്ഡലത്തെ കുറിച്ചാണ്, ലോകത്തിൽ മൊത്തത്തില്. ഇനി അതിന്റെ പ്രകൃതി മണ്ഡലത്തെ കുറിച്ച് യേശു വളരെ കൃത്യമായിട്ട് ചില മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം, ക്ഷാമവും മഹാമാരി ഭൂകമ്പവും ഉണ്ടാകുമെന്ന് യേശു വളരെ കൃത്യമായിട്ട് പറഞ്ഞു. 2010കളുടെ മധ്യത്തോടെ നമുക്കറിയാവുന്ന പോലെ കെനിയയില് പേമാരി ആയിരക്കണക്കിന് ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുകയും വിളകളും വീടുകളും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ ജിബൂട്ടിയിൽ കോളറ പെട്ടെന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ലോകാരോഗ്യ സംഘടനയെ ആശങ്കപ്പെടുത്തിയ ഒരു വിഷയമാണത്. മഡഗാസ്കറിൽ ചുഴലിക്കാറ്റുകൾ അവരുടെ മിക്ക വിളകളെയും നശിപ്പിച്ചു. സാംബിയയിൽ വെള്ളപ്പൊക്കം ദേശത്തെ നശിപ്പിച്ചു. പശ്ചിമാഫ്രിക്ക മരുഭൂമി വെട്ടുക്കിളികളുടെ ആക്രമണത്താൽ വലയം ചെയ്യപ്പെട്ടു. കിർഗിസ്ഥാനിൽ മണ്ണിടിച്ചിൽ നിരവധി പേരുടെ ജീവൻ അപഹരിച്ചു. അതൊരു പ്രധാന പ്രശ്നമായിട്ട് ലോകത്തിലെല്ലാം കാണുകയാണ്. അതേപോലെ തന്നെ താജിക്കിസ്ഥാനിൽ ഭൂകമ്പങ്ങൾ വീടുകൾ നശിപ്പിക്കുകയും ജീവൻ അപഹരിക്കുകയും ചെയ്തു. ഇറാനിൽ ഈ അടുത്ത സമയത്ത് റിക്ടർ സ്കെയിലില് 6.7 രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഏകദേശം 43,200 പേർ കൊല്ലപ്പെട്ടു. അത് ഈ ഇസ്രായേലുമായിട്ടുള്ള വാറിന്റെ സമയത്തായിരുന്നുകൊണ്ട്, യുദ്ധത്തിന്റെ സമയത്തായിരുന്നുകൊണ്ട് അത്രമാത്രം നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ചൊന്നും ആരും അറിഞ്ഞില്ല. എന്നാൽ ഓർക്കണം, ആ ഒരൊറ്റ ഭൂകമ്പത്തിൽ 43,200 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 90-ൽ പരം റിപ്പോർട്ടുകൾ ഇതുപോലെ ഭൂകമ്പങ്ങൾ ഉണ്ടായതിനെ കുറിച്ച്, വെട്ടുക്കിളികളുടെ ശല്യം, അതുപോലെ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച്. ഇനി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരാം. നമ്മുടെ കേരളത്തിൽ തന്നെ പ്രകൃതിയുടെ വികൃതികൾ എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ഞാൻ നിൽക്കുന്നായിട്ടുള്ള ഈ മലപ്പുറം ജില്ലയുടെ നിലമ്പൂർ താലൂക്കിൽ തന്നെ വലിയ ജലപ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ പ്രദേശമായിട്ടുള്ള വയനാട്ടിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായി. 100കണക്കിന് ആളുകളുടെ ജീവൻ പൊലിഞ്ഞു. അപ്പം എത്രയോ വീടുകൾ നഷ്ടമായി. അപ്പൊ ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് വർഷമാണ് നമുക്ക് ജലപ്രളയം കേരളത്തിൽ മൊത്തത്തില് ബാധിക്കപ്പെട്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഇതൊക്കെ സംഭവിക്കും എന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി പ്രകൃതിയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ഈ ചൂടിന്റെ കാഠിന്യമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് ഡോളറുകളൊക്കെ ഫണ്ടുകളൊക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുവാനായിട്ട് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതി രംഗത്തൊക്കെ നമ്മൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും ശാസ്ത്രത്തെ ഒക്കെ തകിടം മറിച്ചുകൊണ്ട് പ്രകൃതിയുടെ ക്ഷോഭങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ വ്യക്തമാക്കുന്നതാണ്. മൂന്നാമതായിട്ട് ധാർമ്മിക മണ്ഡലത്തിലെ അധപ്പതനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് അതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആളുകൾ ഏതൊരു തരത്തിലുള്ള അധികാരത്തെയും നിരാകരിക്കുന്നതായിട്ടുള്ള ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വന്തം രാജ്യത്ത് തന്നെ കലാപങ്ങൾ ഉണ്ടാക്കുന്നു. രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധിപന്മാർ സ്വാർത്ഥത കൊണ്ടും അവരുടെ കാര്യങ്ങൾ നിറവേറ്റിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ കലാപങ്ങൾ സൃഷ്ടിക്കാൻ അവർ തന്നെ ബോധപൂർവം പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഉത്തരാധുനികത എല്ലാ തരം അധികാരങ്ങളെ നിരാകരിക്കുന്നുണ്ടെന്നുള്ളതും നമ്മൾ മറന്നു വരുന്നു. വാസ്തവത്തില് ഉത്തരാധുനിക തത്വചിന്ത സത്യത്തെ നിർവചിക്കുന്നത് അധികാരത്തിലിരിക്കുന്നവരുടെ ഒരു സാമൂഹിക നിർമ്മിതിയായിട്ടാണ്. അത് മറ്റുള്ളവരെ അടിച്ചമർത്താൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ സ്നേഹിതനായിരിക്കുന്ന അനിൽകുമാർ അയ്യപ്പൻ വളരെ മനോഹരമായ ഒരു പുസ്തകം ഈ അടുത്ത സമയത്ത് എഴുതുകയുണ്ടായി. അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്ന ആഹാരത്തിന്റെ രാഷ്ട്രീയം എന്നാണ്. ആഹാരത്തിന്റെ രാഷ്ട്രീയം അത് കാണിക്കുന്നത് വലിയ അപകടമാണ്. കാരണം ഈ ആഹാരത്തിന് വേണ്ടി ലോകത്തിലെല്ലാം ഭൂമി കയ്യേറപ്പെട്ടിരിക്കുന്നു. കൈയൂക്കുള്ളവനൊക്കെയും അടിച്ചമർത്തുകയാണ്. ഏറ്റവും ദരിദ്രരാക്കിയ ആളുകളെ തീർക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സത്യവും നിരസിക്കപ്പെടണമെന്നുള്ളത് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അധർമ്മത്തിന്റെ ഒരു ദിവസം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ അധർമ്മം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദം പുതിയ നിയമത്തിൽ 16 തവണ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അത് ആ 16 തവണയിൽ 12 തവണയും അത് അകൃത്യം അല്ലെങ്കിൽ അകൃത്യങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ട്രാൻസ്ക്രിഷൻ എന്നാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പാപത്തെ വിവരിക്കാൻ പുതിയ നിയമത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പദമാണ്. പാപത്തെ വിവരിക്കാൻ പുതിയ നിയമം ഉപയോഗിക്കുന്ന മറ്റു രണ്ട് പ്രധാന പദങ്ങളുണ്ടെന്നാൽ രണ്ടിലും അജ്ഞതയുടെ ഒരു ഘടകം അടങ്ങിയിരിക്കാം. അതായത് ദൈവം ആരാണെന്നും ദൈവം എന്താണ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നതെന്നും അറിയാതെ തന്നെ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്ന ആളുകളെ പരാമർശിക്കാൻ വേണ്ടിയിട്ടാണ് ആ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ അധർമ്മം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന പദത്തിന് കൃത്യമായ വിപരീത അർത്ഥമുണ്ട്. ദൈവത്തിന്റെ ധാർമ്മിക നിയമം എന്താണെന്ന് മനുഷ്യൻ അറിയാമെന്നും എന്നാൽ അത് മനഃപൂർവ്വം അനുസരിക്കാതിരിക്കാൻ തെരഞ്ഞെടുക്കുന്നുവെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ നിയമം പൂർണ്ണമായും ഇല്ലാതാക്കാൻ തെരഞ്ഞെടുക്കുന്നുവെന്നുമാണ് ഇതിന്റെ അർത്ഥം, അധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ അത് നിയമവിരുദ്ധം അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമമില്ലാതെ എന്ന് വിവർത്തനം ചെയ്യുന്നു. യേശു പറയുന്നത് നോഹയുടെ കാലത്തെ പോലെ മഹാപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കുവാൻ ദൈവത്തെ പ്രകോപിപ്പിച്ചപ്പോഴത്തെ ഒരവസ്ഥ താൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ആളുകൾ പാപത്തിന് ഏൽപ്പിക്കപ്പെടും എന്നാണ്. അവർ തിന്മ ചെയ്യുകയും അതിനെ നല്ലതെന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമുക്ക് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നോക്കിയാൽ അറിയാം, തിന്മകൾക്കാണ് ഏറ്റവും പ്രചാരം കൂടുതലുള്ളത്. അതിന് കൈയടിക്കാനാണ് കൂടുതൽ ആളുകളുള്ളത്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ഇടയിൽ ചീത്ത വിളിക്കുന്നതും അല്ലെങ്കിൽ മോശമായിട്ട് എത്രത്തോളം ആളുകളെ പറ്റിക്കാമോ അങ്ങനെ പറ്റിക്കുന്നതിനെയൊക്കെയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നൊക്കെ പറയുന്നത്. അപ്പം ദൈവത്തിന്റെ നിയമത്തിന്റെ എല്ലാ ഘടകങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കും. സമൂഹത്തിന്റെ മതേതരവൽക്കരണം ഒക്കെ അതിനൊരു ഭാഗമാണ്. അവർ അവരുടെ നിന്ദ്യമായ മനസ്സിന്റെ ആഗ്രഹങ്ങൾ പിന്തുടർന്ന് അവർക്ക് തോന്നുന്നതിനനുസരിച്ച് ജീവിക്കും. യേശു വരുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിലെ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും എന്ന് കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്നാൽ ആത്മീയ മണ്ഡലത്തിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഈ ആത്മീയ മണ്ഡലം കള്ളപ്രവാചകന്മാർ ഉണ്ടാകും. അത് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ് കള്ളപ്രവാചകന്മാർ. അവരെ കണ്ടെത്താൻ വളരെയധികം ദൂരത്തൊന്നും നമ്മൾ പോകേണ്ടത് ആവശ്യമില്ല. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഈ deceptioninthechurch.com എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഹെർസീസ്, ഒരുപാട് പാഷാണ്ഡ മതങ്ങളെയും ഒരുപാട് കള്ളപ്രവാചകന്മാരുടെ വലിയ ലിസ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് കർത്താവിന്റെ മുൻ വചനങ്ങൾ തന്നെയാണ്, അവന്റെ പ്രവചനങ്ങൾ തന്നെയാണ്. എനിക്ക് ഈ അടുത്ത സമയത്ത് ഒരാളൊരു വീഡിയോ അയച്ചു തന്നു. ഗ്ലോറിയസ് ഗോസ്പൽ എന്നാണ് അതിനെ തലക്കെട്ടിട്ടിരിക്കുന്നത്. ഗ്ലോറിയസ് ഗോസ്പൽ. അങ്ങയുടെ അതരത്തിൽ നിന്ന് പറയുന്ന വ്യക്തിയുടെ അതരത്തിൽ, ഞാൻ റോമാലയനത്തിൽ വായിക്കുന്ന പോലെ, അവരുടെ അതരങ്ങളിൽ സർപ്പവിഷമുണ്ടെന്ന് പറയുന്ന പോലെ സർപ്പവിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. സർപ്പവിഷമാണ്. എല്ലാ തരത്തിലുള്ള വ്യാജവും പ്രചരിപ്പിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള വങ്കത്തരങ്ങളും പറയുകയാണ്. ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയായിട്ടാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാരങ്ങളും അദ്ദേഹത്തിന്റെ പഠിപ്പീരും ഒക്കെ മനുഷ്യനെ വഴിതെറ്റിക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് കുറച്ചുപേരെ കൂടിയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഗ്ലോറിയസ് ഗോസ്പൽ എന്നും മറ്റും മറിച്ചും ഒക്കെ പേരിടും. പക്ഷെ ഇതെല്ലാം തന്നെ കർത്താവിന് എതിരെ ശത്രുവിന്റെ, പിശാചിന്റെ കള വിതയ്ക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഒഴിഞ്ഞിരിക്കാൻ തക്കവണ്ണം വിശ്വാസികൾ സാധിക്കണം. വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്കിടയാകണം. ഹോഗ്യോസ് എന്നുള്ളൊരു പദമാണ് വിശുദ്ധിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റിവെക്കുക, സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. നമ്മൾ ഈ ലോകത്തിൽ പരദേശികളാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുക. ഈ പരദേശികൾ മോക്ഷയാത്രയിലാണ്. അപ്പൊ ഈ പരദേശി പ്രയാണത്തിൽ കളങ്കമില്ലാത്തവരായി നിൽക്കുവാൻ തക്കോണം ഇടയാകണം. അതിന് നമ്മളെ ശക്തീകരിക്കുന്നത് കർത്താവ് തന്നെയാണ്. കർത്താവ് തമ്പുരാൻ വളരെ കൃത്യമായിട്ട് തന്റെ വചനത്തിലൂടെ യൂദായുടെ ലേഖനം 24-ാം വാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന, ഭയപ്പെടാതിരിക്കാൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് അവന്റെ സന്നിധിയിൽ, തന്റെ സന്നിധിയിൽ കളങ്കമറ്റവരായി നിർത്തുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും അവന്റെ കരങ്ങൾക്കുള്ളിൽ താഴുകയും ചെയ്യുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് നമ്മളെ ആർക്കും പിടിച്ചെടുക്കാൻ കഴിയുകയില്ല. കർത്താവ് പറഞ്ഞു, "No one can snatch you out from my hand." എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആർക്കും പിടിച്ചു കൊണ്ടുപോകാൻ കഴിയുകയില്ല. അത് നാം ക്രിസ്തുവിന്റെ കൈക്കുള്ളിലാണെങ്കിൽ കർത്താവ് വരുന്ന സമയത്ത് നാം അവനെ എതിരെ നിൽക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാകും. അതുകൊണ്ട് ഈ പ്രപഞ്ചം, രാഷ്ട്രീയ മണ്ഡലം, ആത്മീക മണ്ഡലം,
നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ ഇതെല്ലാം തന്നെ ക്രിസ്തുവിന്റെ വരവിനെ ധൃതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം ചെയ്യേണ്ടുന്നതായ ഒരു കാര്യമുണ്ട്. അത് ഈ സത്യസുവിശേഷം, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള മാനവ രാശിയുടെ രക്ഷ, നിത്യ ജീവൻ, സ്വർഗീയ ജീവൻ വില കൊടുക്കാതെ കർത്താവ് നമുക്ക് സൗജന്യമായി തരുന്ന ഈ രക്ഷ, ഇതിനുവേണ്ടി വില കൊടുത്ത കർത്താവാണ് തന്റെ ജീവനെ ക്രൂശീകരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ ക്രൂശിലെ മരണത്താലും അവന്റെ പുനരുദ്ധാനത്താലും നമുക്കുണ്ടായിരിക്കുന്ന ഈ രക്ഷ സർവ്വലോകത്തിലും സാക്ഷ്യമായിട്ട് പ്രസംഗിക്കപ്പെടണം. അപ്പോൾ കർത്താവിന്റെ മടങ്ങിവരവ് സംഭവിക്കും. കർത്താവ് വരും, ലോകം അവസാനിക്കും. ഇതിന് പകരമായിട്ട് ഒരു സ്വർഗീയ രാജ്യം നമുക്ക് വേണ്ടിയിട്ടുണ്ടാകും. ഈ കാണുന്ന പ്രപഞ്ചം, ഈ കാണുന്ന ഭൂമി ഇത് മാറും. കാരണം ഇത് മനുഷ്യനാൽ ശപിക്കപ്പെട്ടാണ്, മനുഷ്യന്റെ പാപത്താൽ ശപിക്കപ്പെട്ടാണ് ഭൂമി. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. അപ്പൊ ഈ ദുഷ്ടന്റെ അധീനതയിൽ കഴിയുന്ന ഈ ഭൂമിക്ക് പകരമായിട്ട് പുതിയ ഒരു ആകാശം, പുതിയൊരു ഭൂമിയും കർത്താവ് നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ പുതിയൊരു പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെടും. അവിടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് ദിനരാത്രങ്ങളില്ലാത്ത ഒരു നാളിലേക്ക് നമ്മൾ പ്രവേശിക്കും. എന്ത് ഭാഗ്യമായിരിക്കും! അവിടെ കണ്ണുനീരില്ല, കരച്ചിലില്ല, അവിടെ പട്ടിണിയില്ല, വിലാപങ്ങളില്ല, അവിടെ രോഗങ്ങളില്ല, ദുഃഖങ്ങളില്ല. കാരണം രോഗം വരുന്ന ശരീരത്തോടു കൂടി അല്ല നമ്മൾ അവിടെ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ അതൊരു വിൺ ശരീരത്തോടു കൂടിയാണ് കണ്ണു വെക്കുന്നതിനിടയിൽ നമ്മളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് രൂപാന്തരപ്പെട്ട് ചെല്ലുന്ന ഒരു അനുഭവം. ക്രിസ്തുവിന്റെ വരവെങ്കിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടും കൂടെ കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നാട്ടിലുള്ള നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽക്കുന്നവരോടുകൂടെ വാനമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. എന്തൊരു ഭാഗ്യകരമായ പ്രത്യാശയാണത്! ആ അനുഭവത്തിൽ ജീവിക്കാൻ ഇത് കേൾക്കുന്ന എല്ലാവരും, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ ഏവർക്കും ഇടയാകട്ടെ. ക്രിസ്തു തമ്പുരാൻ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു. കർത്താവിന് ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരൊക്കെയും തന്റെ അടുക്കൽ കൊണ്ടുപോകും. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ നാം സ്വർഗത്തിൽ എത്തും. ആ ഒരു അനുഭവത്തോടെ ജീവിക്കാൻ, ഈ ലോകത്തിൽ ആ പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാനും കരുതുവാനും, നമ്മുടെ രാജ്യത്തെ തന്നെ സ്നേഹിക്കുവാനും, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും, രാജ്യത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുവാനും ഇടയായിത്തീരുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.